നമസ്കാരം. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ വലിയ രീതിയിൽ പണത്തിന്റെ ആവശ്യം വരുമ്പോൾ നേരെ ആശ്രയിക്കുന്നത് ലോൺ സംവിധാനത്തെയാകും. ലോൺ എടുക്കാൻ പേപ്പറുകളിൽ കുറച്ച് ഡീറ്റെയിൽ പൂരിപ്പിച്ചു കൊടുത്താൽ 1-2 ദിവസത്തിനകം ലോണും കിട്ടും. എന്നാൽ ലോൺ തിരിച്ചടക്കേണ്ട സമയമാണ്. ആ സമയം എത്തുമ്പോഴാണ് എല്ലാവരും പെട്ടുപോകുന്നത്. എടുക്കുന്ന ലോണിന് ആനുപാതികമായി തുക അടച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ലോൺ അടക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു മാസം ലോൺ അടവ് മുടങ്ങിയാൽ അത് വലിയൊരു പലിശ വർധനവും കൂടാതെ നിരന്തരം മുടങ്ങിയാൽ ബാങ്ക് ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കും. പല ആവശ്യങ്ങൾക്കുമായി ലോണുകൾ എടുത്തിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും. വിദ്യാഭ്യാസ വായ്പ, വാഹന വായ്പ, ഭവന വായ്പ എന്നിവയും വ്യക്തിഗത വായ്പയുമൊക്കെ അക്കൂട്ടത്തിലുണ്ടാകും. എന്നാൽ ലോൺ എടുക്കുമ്പോഴുള്ള എളുപ്പമൊന്നും തിരിച്ചടയ്ക്കുമ്പോൾ ഉണ്ടാകില്ല. എങ്ങനെ അടുത്ത മാസം ലോണിന്റെ തിരിച്ചടവ് മുടങ്ങാതിരിക്കാമെന്നായിരിക്കും ചിന്ത. ലോൺ എടുക്കുമ്പോഴും എപ്പോഴെങ്കിലും തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങളുണ്ട്. അതായത്, ലോൺ മുടങ്ങിയാൽ റിക്കവറി ഏജന്റുമാർ നിങ്ങളുടെ ഓഫീസിലും വീട്ടിലും എത്താറുണ്ടോ? ഭീഷണിപ്പെടുത്തുകയോ നിർബന്ധിച്ച് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറുണ്ടോ? നിർത്താതെ ഫോൺ വിളിച്ച് ലോൺ തിരിച്ചടവിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? വഴിയിൽ തടഞ്ഞു നിർത്തുകയോ ഇക്കാര്യം മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ നിയമവശങ്ങൾ അറിഞ്ഞിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡ പ്രകാരം ഒരു റിക്കവറി ഏജന്റിന് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമില്ല. നിങ്ങളുടെ പക്കലിൽ നിന്ന് പണം കൈപ്പറ്റി അത് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൽ അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഒരു ഏജന്റിന് ഉള്ളത്. റിക്കവറി ഏജന്റിന്റെ ജോലി സമയം രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. മേൽപ്പറഞ്ഞ ഏതെങ്കിലും കാര്യം റിക്കവറി ഏജന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാന് രേഖാമൂലം പരാതി നൽകാൻ കഴിയും. ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയാൽ തന്നെ പിഴ ചേർത്താണ് നിങ്ങൾ ലോൺ അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആർക്കും അധികാരമില്ല. ശാരീരിക ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത 351 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ലോൺ തിരിച്ചടക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, വായ്പ കൈപ്പറ്റുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് നൽകുന്ന എല്ലാ പേപ്പറുകളും കൃത്യമായി വായിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.